Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ടൈഡ് ഡിഫ്യൂഷൻ ഫ്രീ ആയി ആക്സസ് ചെയ്ത് 3ds Maxലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 3ds Maxൽ ക്രിയേറ്റ് ചെയ്യുന്ന 3D മോഡൽസിനെയോ ഒരു 3D സീനിനെയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് ഏതാനും ക്ലിക്കുകളിലൂടെ ഇമേജസ് ആയും ആനിമേഷനായും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പവർഫുൾ ടൂളാണിത്. 2 പാർട്ടായിട്ടാണ് ഇതിന്റെ വീഡിയോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഈ ഒരു പാർട്ടിൽ 3ds Max യൂസ് ചെയ്യുന്ന ഏതൊരാൾക്കും ഈ ടൈഡ് ഡിഫ്യൂഷൻ ഫ്രീ ആയി എങ്ങനെ ആക്സസ് ചെയ്യാം, 3ds Maxലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി നമ്മുടെ കമ്പ്യൂട്ടറിൽ ടൈഡ് ഡിഫ്യൂഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായി docs.tyflow.com എന്ന വെബ്സൈറ്റ് ആക്സസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ഡൗൺലോഡ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും എച്ച് മീഡിയയുടെ വാട്സ്ആപ്പ് ചാനലിലും ആക്സസ് ചെയ്യാവുന്നതാണ്. ടൈഫ്ലോ റെൻഡർ, ടൈഫ്ലോ സീൻസ് തുടങ്ങിയ ഈ ഒരു പേജിൽ നിന്നും ഫ്രീ ആയി ഒരു രജിസ്ട്രേഷനും കൂടാതെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ നിന്നും ടൈഡ് ഡിഫ്യൂഷൻ ആക്സസ് ചെയ്യുന്നതിനായി ഐ ആക്സെപ്റ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ടൈഫ്ലോ എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ആദ്യമായി ഡൗൺലോഡ് ചെയ്യുന്നത്. ടൈഫ്ലോ റെൻഡർ ഇതിന്റെ ലേറ്റസ്റ്റ് വേർഷൻസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിന് നേരെയുള്ള ഈ ഒരു ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ടൈഫ്ലോ ഇവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ടൈഫ്ലോ റെൻഡർ ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. നമ്മളിവിടെ ടൈഫ്ലോ റെൻഡർ ഇതിന്റെ ലേറ്റസ്റ്റ് വേർഷൻസ് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. 2 സിപ്പ് ആർക്കൈവ്സ് ആയിട്ടാണ് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിനെ അൺസിപ്പ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇതിലുള്ള DLO ഫയൽ നമ്മുടെ 3ds Maxന്റെ വേർഷൻ അനുസരിച്ച് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. 2018 മുതൽ 2025 വരെയുള്ള എല്ലാ 3ds Maxന്റെ വേർഷനുകളിലേക്കും നമുക്ക് ഈ ഒരു ടൈഡ് ഡിഫ്യൂഷൻ തുടങ്ങിയവ ഫ്രീ ആയി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. 3ds Maxന്റെ 2021 വേർഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഫോൾഡറിനുള്ളിൽ കാണുന്ന 2020 DLO ഫയൽ തന്നെ നമുക്ക് 2021ലേക്കും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ 2025 വേർഷനിലാണ് ഈ ടൈഡ് ഡിഫ്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ടൈഫ്ലോ 2025 render.dlo എന്ന ഈ ഒരു ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാനിവിടെ കോപ്പി ചെയ്യുകയാണ്. ഇനി നമ്മുടെ 3ds Maxന്റെ വേർഷൻ അനുസരിച്ച് ഡെസ്ക്ടോപ്പിലുള്ള ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ 3ds Maxന്റെ വേർഷൻ അനുസരിച്ച് റൂട്ട് ഡയറക്ടറി നമുക്കിവിടെ ഓപ്പണായി ലഭിച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു ഫോൾഡറിനുള്ളിൽ പ്ലഗിൻസ് എന്ന ഫോൾഡറാണ് നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത ടൈഫ്ലോ റെൻഡർ തുടങ്ങിയ ഫോൾഡറിൽ നിന്നും നമ്മുടെ വേർഷൻ അനുസരിച്ചുള്ള DLO ഫയൽസ് ഓരോന്നായി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടതാണ്. ടൈഫ്ലോ 2025 render.dlo എന്ന ഈ ഒരു ഫയലാണ് ഈ ഒരു ഫോൾഡറിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ടൈഫ്ലോ എന്ന ഫോൾഡറിൽ നിന്നും Tyflow_2025.dlo എന്ന ഈ ഒരു ഫയൽ നമുക്കിവിടെ നിന്നും കോപ്പി ചെയ്ത് 3ds Maxന്റെ പ്ലഗിൻ ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഈ പ്ലഗിൻസിന്റെ ഫോൾഡറിൽ ടൈഫ്ലോ റെൻഡർ തുടങ്ങിയ ഈ 2 DLO ഫയൽസ് നമ്മളിവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫയൽസ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ 3ds Max ക്ലോസ് ആയിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് 3ds Max ഓപ്പൺ ചെയ്തുകൊണ്ട് ടൈഡ് ഡിഫ്യൂഷന്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 3ds Maxന്റെ 2025 വേർഷൻ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ടൈഡ് ഡിഫ്യൂഷന്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായി 3ds Maxന്റെ വ്യൂപോർട്ടിൽ സ്റ്റാൻഡേർഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ടൈഡ് ഡിഫ്യൂഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ടൈഡ് ഡിഫ്യൂഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു വിൻഡോ ഇതുപോലെ ഓപ്പണായി ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു വിൻഡോയിൽ 1 ക്ലിക്ക് ഇൻസ്റ്റാൾ എന്ന ഈ ഒരു ബട്ടൺ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഇൻസ്റ്റാളേഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനായി ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇൻസ്റ്റാൾ ConfUI എന്ന ഒരു വിൻഡോ ഇവിടെ ഓപ്പണായി ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ യെസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം.
ഇതിൽ ഓട്ടോമാറ്റിക്കായി ഫയൽസുകൾ ഡൗൺലോഡ് ആകുന്നതും ഇൻസ്റ്റാൾ ആവുന്നതുമായി നമുക്കിവിടെ കാണാവുന്നതാണ്. 3ds Maxൽ ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു സീനിനെയും ഏതാനും ക്ലിക്കുകളിലൂടെ ഒരു ഇമേജോ ഒരു ആനിമേഷനോ ആക്കി മാറ്റുവാൻ ഈ ഒരു ടൈഡ് ഡിഫ്യൂഷനിലൂടെ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ സക്സസ് ആയിരിക്കുകയാണ്. ഈ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിന്റെ ഭാഗമായി ഏതാനും ബേസിക് മോഡൽസ് ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വിൻഡോയിൽ ഓക്കെ പ്രസ് ചെയ്യാം. ഇമേജുകൾ ജനറേറ്റ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ഓപ്ഷനുകൾ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യുന്നതിനായി അവൈലബിൾ ആണെന്ന് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതെല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് ടൈഡ് ഡിഫ്യൂഷനിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ ടൈഡ് ഡിഫ്യൂഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സെറ്റിംഗ്സുകളെ കുറിച്ചും 3ds Maxൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡലുകളിലേക്ക് ടൈഡ് ഡിഫ്യൂഷൻ യൂസ് ചെയ്ത് ഫോട്ടോ റിയലിസ്റ്റിക് ആയ ഇമേജസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.